ശബരിമല നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് പോവുകയാണ്. ഈ പലനാൾ കള്ളൻ ഒരു നാൾ പുറത്തു വരും എന്ന് തന്നെയാണ്. അത് അയ്യപ്പൻ പുറത്തു കൊണ്ടുവന്നത് തന്നെയാണ്. ശബരിമലയിലെ വസ്തുവകകൾ ആര് അനധികൃതമായി കൊണ്ടുപോകുന്നു അവരെല്ലാം തന്നെ കൃത്യമായി അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 1950 തീവെപ്പ് മുതൽ നമ്മൾ നോക്കുക. തീ വെപ്പിച്ച ആ കുടുംബക്കാർ മുഴുവൻ ഏത് തരത്തിൽ ഇല്ലാതായി എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിലുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലത്തും അയ്യപ്പൻ്റെ സ്വത്തുവകകളോട് കളിക്കാൻ പോയവർക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഒരു ഇടമാണ് തകർത്തത്. അതെ, ശബരിമല തീവച്ച ആൾക്കാരുടെ കുടുംബം ശരിക്കും നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തന്നെ പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നടന്ന പല സംഭവങ്ങളും ആരൊക്കെയായിരുന്നോ അതിൽ കള്ളക്കളി കളിച്ചത് അവർ മുഴുവൻ ഒരു വിധത്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. കൂട്ടുനിന്നവരും അനുഭവിച്ചിട്ടുണ്ട്. കളിച്ചവർ മാത്രമല്ല, കൂട്ടുനിന്നവരും. ഇതുതന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നടക്കാൻ പോകുന്നുള്ള സത്യ. കാരണം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിലനിൽക്കുന്നതല്ല, അയാൾ കൂടി പോറ്റിയ ചില പോറ്റിമാരുണ്ടല്ലോ, അവരും കൂടിയിട്ട് ഇതിൽ കുടുങ്ങുന്നുള്ളത് ഉറപ്പാണ്. കാര്യം അയ്യപ്പനോടാണ് കളിച്ചത്. ആദ്യം തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ, എല്ലാവർക്കും അറിയാം, ഞാൻ ആരാന്നുള്ളത് പറയുന്നില്ല, അദ്ദേഹം തന്നെ പ്രസിഡൻ്റായിട്ട് വരുന്നു. ആ ഉദ്യോഗസ്ഥന് അവിടുത്തെ മുക്കുമൂല അറിയാം, ഉറപ്പാണല്ലോ അത്. ആ ഉദ്യോഗസ്ഥൻ പിന്നെ പ്രസിഡൻ്റ് ആകുന്ന സമയത്ത് ആളെന്തെല്ലാം കളി കളിച്ചിട്ടുണ്ടാവും എന്നുള്ള ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവരാരും അറിയാതെ അവരുടെ കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർ അവരും ഇതേപോലെ തന്നെ സർവ്വകളികളും കളിച്ചിട്ടുണ്ടാകാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇനി അദ്ദേഹത്തിൻ്റെ മൊഴികൾ വരാൻ പോകുന്നേ ഉള്ളൂ. ആരെല്ലാമാണ് അതിലത്തെ യഥാർത്ഥത്തിൽ പങ്കാളികളെന്ന് ഉണ്ണികൃഷ്ണനിൽ നിന്ന് തെളിയിക്കും, യഥാർത്ഥത്തിൽ പോലീസ് ഇടപെടുകയാണെങ്കിൽ. പക്ഷേ അതിൽ മറ്റൊരു ഭാഗമുണ്ട്. 10 ദിവസം ഈ കേസ് എടുത്തിട്ട് തെളിവുകൾ നശിപ്പിക്കാൻ സമയം കൊടുത്തില്ലേ? അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അയ്യപ്പൻ കാണുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകാം. ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും ശരി, ഈ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ പലനാൾ കട്ടവൻ ഒരു നാൾ കുടുങ്ങും എന്ന് പറയുന്നത് പോലെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ ഒരു തീർത്ഥാടന കാലമാണ് വരാൻ പോകുന്നത്. ഈ തീർത്ഥാടന കാലത്ത് ഈ ശബരിമലയിലെ വിശ്വാസികളുടെ ഒരു ഇടം തന്നെയാണ് ഇവർ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൻ്റെ ഒരു ഉറവിടം, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇന്നലെ പാളികളെ പതിച്ചു. ആ പാളികളുടെ കണക്ക് യഥാർത്ഥത്തിൽ എത്ര തൂക്കാന്നുള്ളതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അത് പറഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ടാണ് ആ സംഭവം? അപ്പോൾ എവിടേക്കാണ് ഈ പോക്ക്? ഇത് മനസ്സിലാക്കേണ്ടത്. പാളികൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ്, സ്ക്രൂ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. 2 or 3 പ്രാവശ്യം അത് ചെയ്തു, അതിന് ശേഷമാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 5 മണി മറ്റായി അതിൻ്റെ ടൈം. അപ്പോഴേക്ക് നട തുറന്ന അതെ സമയം. പക്ഷേ അതിന് തൂക്കം എവിടെ? എത്രയാണ് അതിലുണ്ടായിരുന്നത്? ചെമ്പുപാളിയായിട്ടാണല്ലോ കണക്കെഴുതിയിരുന്നത്. പക്ഷെ അല്ല എന്നുള്ളത് തെളിഞ്ഞല്ലോ. പിന്നെ സ്വർണം പാളികളാക്കി. അപ്പം ഇതൊരു കാര്യമാണ്. അത് കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഈ കള്ളത്തരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്നു മുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആളുകൾ തന്നെ വിശ്വാസികളാണ് അവർ. അയ്യപ്പനിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഈ കള്ളന്മാരിൽ അവർക്ക് വിശ്വാസമില്ലല്ലോ. ദേവസ്വം ബോർഡിനോടോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോടോ ഭക്തന്മാർക്ക് വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു.
അവർ സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുന്നുണ്ടെങ്കിൽ അയ്യപ്പനോടാണത്, ഇവരോടല്ലല്ലോ. അപ്പോൾ ആ കണ്ണുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അയ്യപ്പന്മാർ വരേണ്ട എണ്ണം പോലും കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം. കാര്യം ഇത്തരം പിടിച്ചുപറിയും കൊള്ളയും നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്തിനു പോകണം എന്ന് ഭക്തന്മാർ ചിന്തിച്ചാൽ തെറ്റുണ്ടാകാൻ വഴിയില്ല. ചിന്തിച്ചാൽ അല്ല അയ്യപ്പനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പോകുന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അയ്യപ്പനെ കാണാൻ ആൾക്കാർ വരും. അതുകൊണ്ട് സ്വാഭാവികമായും ഈ പുതിയ ഈ അയ്യപ്പ സീസൺ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. പക്ഷേ ഈ കള്ളന്മാർ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇനിയും അതിന് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവിടെ എങ്ങനെ ആളുകൾക്ക് അന്നദാനം കൊടുക്കണം, അതിലാണല്ലോ വലിയൊരു ഇതുണ്ടായിരിക്കുന്നത്. അന്നദാനത്തിൻ്റെ പേരിൽ വൻ കൊള്ള നടന്നിട്ടുണ്ട്. അയ്യപ്പ സേവ സംഘത്തിന് കൊടുത്തില്ല, അയ്യപ്പ സേവ സമാജത്തിന് കൊടുത്തില്ല, വ്യക്തികൾക്ക് കൊടുത്തില്ല. അതൊന്നും തീരുമാനമായിട്ടില്ല ഇതുവരെ. എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് മാത്രമാണ് ഇപ്പം സ്വർണ്ണ പോയി എന്നുള്ളത്. അപ്പം അത് നടപ്പാക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ കാര്യം. ഇപ്പം തന്നെ വലിയ അയ്യപ്പ സംഗമം നടന്നില്ലേ, അതിൽ എടുത്തിട്ടുള്ള അവിടുന്ന് അടുത്തുള്ള 3 കോടി രൂപയുണ്ട്. അറിയപ്പെടുന്ന 3 കോടി രൂപ, അറിയാത്ത എത്രയെന്ന് പറയാൻ പറ്റില്ല. അറിയപ്പെടുന്ന 3 കോടി രൂപ ബോർഡിൻ്റെതാണ്. അതിനെ സംബന്ധിച്ചിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ആൾക്കാരുടെ അടുത്തുനിന്ന് സ്പോൺസേഴ്സിനെ കണ്ടെത്തി കളക്ട് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തോല്ലി എന്നുള്ളവരെ പറഞ്ഞില്ല. അപ്പം ഈ വിധത്തിൽ ഇനിയും പാഠം ഇവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഈ ബോർഡ് ഉദ്യോഗസ്ഥരോ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം, ശബരിമലയിലെ ഒരു വർഷത്തെ നടവരവെന്ന് പറയുന്നത് തീർത്ഥാടന കാലത്ത് 300-350 കോടി, ഇത് നമ്മളുടെ അടുക്കൽ പറയുന്നതാണ്. ഇത് മുഴുവൻ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും അറിയുന്നില്ല. ഇവർ പറയുന്നത് ശബരിമല ക്ഷേത്രത്തെ ആശ്രയിച്ച് നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1200-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ഇത് സ്വയം പര്യാപ്തതയിലുള്ളത് 8-10 അത്രയുള്ളെന്ന് പറയുന്നത്. ബാക്കി ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ദേവസ്വം ബോർഡിൽ 5000-6000-ലധികം ജീവനക്കാരുണ്ട്. ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഇത്രയും കൊള്ള നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇവർ പറയുന്ന ഈ നടവരവിന്റെ കാര്യത്തിൽ നമുക്ക് വിശ്വാസ്യതയില്ല. കാര്യം ഓഡിറ്റിംഗ് പോലും കൃത്യമല്ല. ഓഡിറ്റേഴ്സ് പറയുന്നുണ്ടല്ലോ ഒന്നും നടന്നിട്ടില്ല. അപ്പം എവിടെ പോയി ഈ പൈസയൊക്കെ? 300 കോടി എന്ന് പറയുമ്പോൾ അതിനൊരു വെറും കോടി കണക്കാണോ? അവിടെ വരുന്ന ജനങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ പോലും അത്രയല്ല. പിന്നെ അവിടുന്ന് ലേലം ചെയ്ത് വിൽക്കുന്ന സാധനങ്ങളുണ്ട്, ലേലം ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. കടകൾക്ക് ലേലത്തിലല്ലേ കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഒന്നും കണക്കില്ല എന്നാണ്. 3 വർഷം 4 വർഷം 5 വർഷമായിട്ടൊന്നും ഓഡിറ്റിംഗ് നടന്നില്ല. പലതും കണക്ക് കൊടുത്തില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പല ക്ഷേത്രങ്ങളുടെയും പേര് പറഞ്ഞിട്ട് ആ ക്ഷേത്രങ്ങളുടെ ഒന്നും യഥാർത്ഥ കണക്ക് കൊടുത്തിട്ടില്ല. ഏറ്റവും പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടത് 3 മാസം 4 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അതുവരെ അവിടെ ചെയ്യുന്നു. അപ്പം ശബരിമലയോടനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങൾ, അതുകൂടാതെ അതിനെ ആശ്രയിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, അവരെ കണക്കനുസരിച്ച് അതിനെ ആശ്രയിച്ചിട്ട് കൊടുക്കുന്നു എന്നാണല്ലോ. ശമ്പളം കൊടുക്കാൻ അവിടുന്ന് കൊടുക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ അതും വിശ്വസിക്കാൻ കൊള്ളില്ല. കാര്യം പല ക്ഷേത്രങ്ങളും സ്വയം പര്യാപ്തതയാണ്. അത് പ്രൈവറ്റ് ആയിരുന്നെങ്കിൽ. പക്ഷേ ഇവരുടെ പൈസ അനാവശ്യമായിട്ട് അടിക്കാനോ മോഷണം നടത്താനോ ഉള്ളത് കൊണ്ട് എല്ലാറ്റിനെയും കുറിച്ച് പറയുന്നത് ശബരിമലയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൂടി. അത് സ്ഥലത്തെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, ഭക്തന്മാരായുള്ള ആൾക്കാർക്ക്. അത് ആർക്ക് എന്നുള്ളത് പിന്നീട് നിശ്ചയിക്കേണ്ട കാര്യം. പക്ഷെ ഭക്തർക്ക് അത് വിട്ടുകൊടുക്കണം, ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റണം. അങ്ങനെയാണെങ്കിൽ അതൊരു ഭാഗം മാത്രം. പക്ഷേ ഈ മോഷണത്തിന് പരിഹാരമാവില്ലല്ലോ. ഏതായാലും കൊള്ളയടിക്കുന്നു, മോഷണമല്ല കൊള്ളയടിക്കുന്നു. ശബരിമലയെ മാത്രമല്ല, ശബരിമലയിൽ നിന്ന് നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ആ ശമ്പളം കൊടുക്കുന്നു വരുന്ന ആ ക്ഷേത്രങ്ങൾ പോലും കൊള്ളയടിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ശ്രീകണ്ഠേശ്വരം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ക്ഷേത്രമാണ്. ഭക്തന്മാർ ധാരാളം. പത്തനംതിട്ടയിൽ തന്നെ അവിടുന്ന് ഇറങ്ങി വരുന്നുള്ള ദേവീക്ഷേത്രം മലയാലപ്പുഴ ഏറ്റവും വലിയ, ശബരിമല കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വരുമാനം കിട്ടുന്നത് മലയാലപ്പുഴയാണ്. ഏറ്റുമാനൂർ
വൈക്കം ആ വഴിയുള്ള ക്ഷേത്രങ്ങൾ ഇതിലേക്കൊക്കെ വരുമാനത്തിന് കണക്കുണ്ടോ? ഈ ഞാനിപ്പോൾ പറഞ്ഞു 300-350 കോടി എന്ന് പറയുന്നത് അത് നേരിട്ടുള്ള നടവരവാണ്. ഇതുകൂടാതെ അപ്പം, അരവണ, പിന്നെ മറ്റ് തേങ്ങ ടെൻഡർ കൊടുക്കുന്നത്, കർപ്പൂരം, ചന്ദനത്തിരി, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. ഇത് എല്ലാം ഒന്നും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അവിടെ ഉപയോഗിക്കുന്നില്ല. അവിടെ ഇനിയിപ്പോൾ വലിയ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും വരാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ പണം ബാക്കി എവിടെ പോകുന്നു എന്നുള്ളത് ബാക്കി ദേവസ്വം ബോർഡ് അവരെ ആരാണോ നിയമിക്കുന്നത് ആ പാർട്ടി, അതെ, ആ പാർട്ടി കൊള്ളയടിക്കുന്നു, പാർട്ടിയുടെ നേതൃത്വം കൊള്ളയടിക്കുന്നു. പാർട്ടിയുടെ അറിവോടുകൂടി, പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടി എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നല്ലതാണെങ്കിൽ നമുക്ക് തിരുത്താം, ക്ഷമ ചോദിക്കാൻ വേണമെങ്കിൽ. അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ വാക്കുകൾ തിരുത്താം. പക്ഷേ തിരുത്തേണ്ടി വരില്ല. ഇതിങ്ങനെ 350 കോടി ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെ പല വിധത്തിൽ ടെൻഡർ കൊടുക്കുന്നത്, അന്നദാനത്തിന് കിട്ടുന്ന പൈസ സ്പോൺസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർ കയ്യിൽ നേരിട്ട് വാങ്ങിക്കുക. ഒരു സ്പോൺസർ ആയിരിക്കില്ല, ഒരേ കാര്യത്തിന് നിരവധി സ്പോൺസേഴ്സിന്. ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ വിരുന്ന് വെച്ചിട്ടുണ്ടാകുമല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ വേറെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാവും. ഇവർ ഡയറക്റ്റായിട്ട് ചില ആൾക്കാരെ വാങ്ങിക്കുന്നുണ്ടാവും. ഇപ്പം പറഞ്ഞ വിദേശത്തടക്കമുള്ള ആൾക്കാരെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് വാങ്ങിക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം തന്നെ. അവർ തന്നെ മുൻകൂർ ജാമ്യം എടുത്തു ഇതിനാണെന്നും പറഞ്ഞിട്ട്. അപ്പം ഈ പൈസ, ഇതേപോലത്തെ പൈസ ഇതിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ വരാം, വന്നില്ലെന്നും വരാം, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് എവിടേക്ക് പോകണു എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. അതുകൊണ്ടാണ് പറഞ്ഞത് ആ സംശയത്തിന് ഒരു അവസാനം എത്തി നിൽക്കുന്നത് ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം ബോർഡ് ഭരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള പാർട്ടിയിലേക്കുമാണ്, പാർട്ടി നേതൃത്വത്തിലേക്കാണെന്നുള്ളതാണ് സത്യം എന്ന് തോന്നുന്നു. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.